ദാസേട്ടൻ പാടുന്ന പാട്ടിന്റെ ആ ഫസ്റ്റത്തെ കാഴ്ചകൾ ഇപ്പോൾ ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? ദാസേട്ടൻ പാടുന്ന സമയത്ത് ആ പ്രശ്നമല്ല. അപ്പോഴേക്കും ഇത് വന്നിട്ടുണ്ട്. തരങ്കണിന്നാണ് പാടിയത്. തരങ്കണി എവിടെയായിരുന്നു? തിരുവനന്തപുരം തരങ്കണിന്ന്. തരങ്കണി സ്റ്റുഡിയോ. അത് എല്ലാ പാട്ടും തിരുവനന്തപുരം തരങ്കണിന്നല്ല പാടിയത്. അല്ല, എൻ്റെ ഫസ്റ്റ് വർക്കും സെക്കൻഡ് വർക്കും മൈലാഞ്ചി വോളിയം 1ഉം വോളിയം 2ഉം തിരുവനന്തപുരത്ത് നിന്നാണ് പാടിയത്. ബാക്കി മുഴുവൻ മദ്രാസിലെ തരങ്കണിന്നാണ് പാടിയത്. ഓക്കെ. ഞാൻ ചെറുതാമ്പളൊക്കെ ഈ കാസറ്റിന്റെ മുകളിൽ തരങ്കണി കേട്ടിട്ടും കണ്ടിട്ടുള്ളതാണ്. പിന്നെ ദാസേട്ടന്റെ പാട്ടുകൾ, പിന്നെ അതിനകത്ത് അന്ന് ഇറങ്ങിയതിൽ ഏറ്റവും കൂടുതൽ മാപ്പിളപ്പാട്ടുകൾ ബാപ്പുക്കൻ്റെ പാടിയത് ദാസേട്ടനാണെന്ന് തോന്നുന്നില്ലേ? ദാസേട്ടനെ പിന്നെ എൻ്റെ മാപ്പിളപ്പാട്ടുകൾ ദാസേട്ടൻ പാടിയതിൽ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ പാടിയത് എൻ്റെ പാട്ടുകളായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കില്ലേ. അതിന് മാത്രം വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ. പിന്നെ ആ കൂട്ടത്തിൽ ട്രഡീഷണൽ പാട്ടുകളും പാടിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയില്ല. അങ്ങനെയാണല്ലോ ഞാൻ ഇതൊക്കെ പഠിച്ചത്. ആകെ ചുറ്റുലകത്തിലും പിന്നെ സുരലോക മണിഹൂർ നിസാനികളെ ഇന്നിപ്പം എല്ലാ ഗാനമേളക്കും പാടില്ല ഒട്ടുമിക്ക പാട്ടുകളും ഞാനാണ് പാടിച്ചെന്ന് ആർക്കും അറിയില്ല. ആനെ മദനപ്പൂ കനീതേനാളെ തരണം വിധോവാരെ അതൊക്കെ ദാസേട്ടനെ കൊണ്ട് പഠിച്ചത് ഞാനാ. അത് കൂടാതെ ഒരു ഭാഗ്യം കൂടി പറഞ്ഞു തരാം. ഇതിനൊക്കെ കോറസ് പാടിയും ഞാനും ഔക്കാക്കിയും കൂടിയാ. നമ്മൾ അസീസും ഉണ്ടായിരുന്നു. കോഴിക്കോട് ഔക്കാക്കി ഞാനും അസീസും ഉണ്ടായിന്. അന്ന് ട്രാക്ക് പാടാൻ വരുന്ന TK കോയാണ്. ഈ അസീസ് ഖാൻ ഒന്ന് വ്യക്തമാക്കി തരും. ജാസ് വായിക്കുന്ന അസീസ് ഖാനല്ലേ? ഇവിടുന്ന് ആരെ കിട്ടാനാ? മാപ്പിളപ്പാട്ട് പാടുന്ന ആരെയും കിട്ടൂലല്ലോ. അപ്പൊ ഞങ്ങൾ എന്നെ വേഷം കിട്ടു. എന്റെ ഫ്രണ്ടിന്റെ കടയിൽ TK കോയ പാടി 1-2 സ്വരലോക മണിക്കൊക്കെ TK കോയ. പിന്നെ നമ്മുടെ ഒരു സുരേഷ് ഉണ്ടായിരുന്നു, ഡബിൾ വോയിസ് സുരേഷ്. പിന്നെ പോയ പിന്നെ ഗൾഫിൽ പോയപ്പോൾ സുരേഷായി. സുരേഷും പാടിക്കുന്നത് പിന്നെ ഒരുവിധം പാട്ടുകൾക്കൊക്കെ കോറസ്. നിങ്ങൾ പോണ സമയത്ത് ഈ കോറസ് പാടാനും പാടിക്കാനും പോണ സമയത്ത്, കാരണം നിങ്ങൾ പാടിക്കാൻ പോണത് എന്താ പറയാ ദാസേട്ടനെയാണ്, ആ സമയത്ത് ഉണ്ടായ നിങ്ങളൊരു അനുഭവം പറഞ്ഞു. ദാസേട്ടനെ പാടിക്കാൻ പോവാന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു അനുഭവം തന്നെ. പേടിയാ, ഒന്നും മിണ്ടാൻ കഴിയും തോന്നൂല. സംഗീത സംവിധായകനായ ഔക്കാക്ക് ഒന്നും മിണ്ടൂല. ഔക്കാക്ക് എന്തെങ്കിലും ഞാൻ പറഞ്ഞ ഒന്ന് പറഞ്ഞു പിടിക്കുക. ഔക്കാക്ക് മിണ്ടല്ലെന്ന് പറഞ്ഞു. ഔക്കാക്ക് ഒന്നും പറയില്ല, പേടിയാ. അതിനേക്കാളും പേടിച്ചിരിക്കും. ഞാൻ പേടിച്ചിരുന്നാലും ചില കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. തുടരമദ്ദളവും മുരച്ചൊടു മരുവ ഒറ്റകളും എന്ന് പറഞ്ഞ മുരച്ചൊടു മരുവ ഒറ്റകളും അതിലൊരു ഭാഗമുണ്ട്. ചേലുരിത്തിരി തത്തിരിത്തിരി വിളി കുശലാൽ ചെണ്ട ഡുണ്ടുടു ഒറ്റ ഡുണ്ടുടു ഡുണ്ടുമുട്ടുകളാൽ. അത് ദാസേട്ടനോട് 7 പ്രാവശ്യം തെറ്റിപ്പോയി. 7ാമത്തെ പ്രാവശ്യം എനിക്ക് പേടിയായി പറയും. അന്ന് ദാസേട്ടൻ എങ്ങനെയല്ല, ചേലുരിത്തിരി തത്തിരിത്തിരി വിളി കുശലാൽ ചെണ്ട ഡുണ്ടുടു ഒറ്റ ഡുണ്ടുടു ഡുണ്ടുമുട്ടുകളാൽ. 7 പ്രാവശ്യം ദാസേട്ടനോട് തെറ്റി. 7 പ്രാവശ്യം ഞാൻ എല്ലാം പറഞ്ഞു തെറ്റി ദാസേട്ടാന്ന്. 8ാമത്തെ പ്രാവശ്യം എനിക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ 8ാമത്തെ പ്രാവശ്യം ആകുമ്പോഴേക്ക് ഓർക്കസ്ട്രേഷൻ ചെയ്ത ഒരാളുണ്ടായിരുന്നു. അതേപോലെ മരിച്ചു. അയാളുടെ പേര് ഞാൻ പറയില്ല. അദ്ദേഹം പറഞ്ഞു അതല്ല ദാസേട്ടാന്ന്. ബാപ്പുക്ക് പറയാൻ പേടിച്ച കാര്യം മൂപ്പര് പറഞ്ഞു. അപ്പം ദാസേട്ടൻ പറഞ്ഞു അത് പറയാൻ കോഴിക്കോട് നിന്ന് അതിൻ്റെ ആധികാരികമായ ആൾ വന്നിട്ടുണ്ട്, നീ പുറത്തിറങ്ങി കയറുന്നത്. അതാ പറഞ്ഞു, നീ പുറത്തിറങ്ങിക്കുന്നു, ഇന്ന് കൺട്രോൾ റൂമിൽ ഇരിക്കേണ്ട പറഞ്ഞു. അവനെ പുറത്താക്കി. മൂപ്പര് പുറത്താക്കി. അങ്ങനെ എന്നോട് ദാസേട്ടൻ പറഞ്ഞ് പാടുന്ന വോയിസ് റൂം പോയിരിക്കും നിൽക്കായി. ഭയങ്കര തണുപ്പും. വോയിസ് റൂമിൽ പോയി നിൽക്കുന്നതോടുകൂടി തണുപ്പിനേക്കാൾ കൂടുതൽ എനിക്ക് കൈകാല് വറക്കുക. ദാസേൻ്റെ അടുത്തല്ലേ നിൽക്കുന്നത്. തൊട്ടടുത്ത് 84 കല്യാണം കൂടെ കഴിച്ചില്ലേ, കല്യാണം കഴിയാത്ത പയ്യനല്ലേ. അവിടെ പോയിട്ട് ഇങ്ങനെ നിൽക്കുക. ഞാൻ ദാസേട്ടൻ പറഞ്ഞ് ഫൈനൽ പറഞ്ഞിട്ട് കൊടുക്കും. ആയിക്കോട്ടെ ദാസേട്ടാ, ഞാൻ ഒന്നും വിട്ടില്ല. ലാസ്റ്റേക്ക് തെറ്റി എന്നെ തോണ്ടണമെന്ന് പറഞ്ഞു. ചോദിച്ചു തോണ്ടണം. അത് തെറ്റിയില്ല, പാടി കറക്റ്റായിട്ട് പാടി. തെറ്റിയല്ല തോണ്ടണമെന്നാണ് പറഞ്ഞു. എൻ്റെ അടുത്ത് നിന്നിട്ട് തോണ്ടണമെന്ന്. ഈ ഒരു അനുഭവമൊക്കെ ഈ ഇന്നത്തെ പുതിയ തലമുറക്ക് കിട്ടൂല കേട്ടോ. എവിടുന്ന് കിട്ടാനാ?